ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ കുറേ നാളായി നമ്മളൊന്ന് കണ്ടിട്ടൊക്കെ ഉണ്ടാവുക. ഞങ്ങളെല്ലാവരും മറന്നുപോയി എന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് കേട്ടോ. മറക്കാതിരിക്കാനാണ് ഞങ്ങൾ ഇടയ്ക്ക് ഓരോ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ആയിട്ട് വരുന്നത്. അപ്പം ഞങ്ങളൊരു ഭയങ്കര തിരക്കിലായിരുന്നു. ഞങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ തിരക്ക് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഞങ്ങൾ ഇല്ലാതെ പറ്റില്ലായിരുന്നു എന്നൊക്കെ ഞങ്ങൾ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ചേട്ടായിയുടെ പെങ്ങളുടെ കേറിക്കൂടലായിരുന്നു കേട്ടോ. ചിലര് കേറിക്കൂടൽ എന്ന് പറയും, അങ്ങനെ ഒരുപാട് പുതിയ വീട്ടിലേക്ക് പാല് കാച്ചി കയറുന്നത്, അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അതായിരുന്നു ഇന്നലെയായിരുന്നു. ഞങ്ങൾക്ക് അതിന്റെ പരിപാടിയും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ അതിൻ്റെതായ ഓരോ ഓട്ടത്തിലും തിരക്കത്തിലൊക്കെ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് മാനന്തവാടി പാതിരിച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇപ്പൊ ഇവിടെയാണ് നമ്മുടെ വയനാട് കേട്ടോ. അപ്പൊ ഇവിടെയാണ് നമ്മുടെ പെങ്ങൾക്കും അളിയനും അവർ വീടും കാര്യങ്ങളൊക്കെ വെച്ചത്. അപ്പൊ നമുക്ക് ഇന്ന് ഫുൾ ഹോം ടൂർ ആണ്. ഹോം ടൂർ ഞങ്ങൾ ഇന്നലെ വന്ന പോലത്തെ വീടല്ല, ഇന്ന് വേറെ മൊത്തം ലെവൽ മാറി കിടക്കണം. അപ്പൊ നമ്മൾ ഒരറ്റത്തുനിന്ന് അടിച്ചു തുടങ്ങുകയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് വീട് കാണാം കേട്ടോ. അപ്പൊ ഈ കാണുന്നതാണ് പെങ്ങളുടെ വീട് കേട്ടോ. അത്യാവശ്യം നല്ല ഒരു വീടാണ്. നമുക്ക് മൊത്തം ഉള്ളും ഫുള്ള് ക്ലിയർ ആയിട്ടൊന്ന് കാണാം കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ വന്ന് അതിന്റെ ഇടയ്ക്ക് വന്ന് വെച്ച് പിടിപ്പിച്ച് പോയ ചെടികളും കാര്യങ്ങളൊക്കെയാണ്. അന്നൊന്നും വീഡിയോ ഞങ്ങൾ എടുത്തിട്ടില്ല. കാരണം ഈ നമ്മളൊരു പണി എടുത്തോണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് വീഡിയോ കൂടി എടുത്തു കഴിഞ്ഞാൽ ഒന്നും നടക്കൂല. അപ്പൊ ഇവിടെ ഫുള്ള് ഇങ്ങനെ വെച്ചിരിക്കുന്നത് നമ്മുടെ തെച്ചി, മനസ്സിലാവില്ല. ഓക്കെ, അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ വീട് വരുന്നത്. മഴ മെനിഞ്ഞാന്ന് ഞങ്ങളെ ചതിച്ചു. ഞങ്ങൾ കുറേ ദിവസം പറഞ്ഞുകൊണ്ടിരുന്നു ഇവിടെ മഴ പെയ്തില്ല എന്നുള്ള സങ്കടത്തിൽ ഞങ്ങൾ നിന്നതായിരുന്നു. പക്ഷെ അടിച്ച കുത്തി ഞങ്ങളുടെ മഴ പെയ്തു കേട്ടോ. ബോഗൺവില്ല അതൊക്കെ കുഞ്ഞു കുഞ്ഞു തെച്ചികളാട്ടോ. വെറൈറ്റി 3 കളേഴ്സ്, അത് വൈറ്റ്, റെഡ്, റോസ്, അങ്ങനെയാണ് മൊത്തം ഞങ്ങൾ നട്ടു വെച്ചിരിക്കുന്നത് കേട്ടോ. എന്നെ ഇപ്പൊ കണ്ട ഒരു വേറൊരു അണ്ണാച്ചി ലുക്ക് ഉണ്ട്. ഓക്കെ ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ ഇവിടെ വെച്ചിരിക്കുന്നത്, ഇവിടെ ഒരു മുല്ല വെച്ചിട്ടുണ്ട്. ഇതിലൊക്കെ പൂവൊക്കെ ഉണ്ട്, എന്നൊക്കെ കുഴിഞ്ഞു പോയി. ഇത് നമ്മുടെ മറ്റേ മഴ, ഇത് ഇവിടത്തെ വെയിലിന്റെ കാഠിന്യായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ പൊള്ളിപ്പോയതാണ്. ഇത് മാത്രമല്ല പുതിയ മണ്ണായതുകൊണ്ട് ഇവിടെ മൊത്തം അങ്ങ് ഇരുന്നു പോയി. അത് മേളിൽ അതെ ഇവിടെ പന്തലുണ്ടായിരുന്നു. ആ പന്തലിൽ നിന്ന് വെള്ളം വീണിട്ട് ആയതാ. ഇവിടെയും ഫുള്ള് ചെടികളാണ്. ചെമ്പരത്തി വിരിഞ്ഞടി. അത് കൊള്ളാലോ, ഇന്നലെ വിരിഞ്ഞില്ലായിരുന്നല്ലോ. അപ്പൊ നമ്മൾ ഒരു മൂലയിന്ന് തുടങ്ങുകയാണ്. ഫുൾ അലമ്പ് എന്ന് പറഞ്ഞാൽ ഫുൾ അലമ്പാണ്. ഇതെന്താണെന്നറിയോ, ഇത് ഇന്നലെ പരിപാടിയിൽ വന്നവര് ചവിട്ടിയാക്കിയതല്ല, അല്ല നമ്മുടെ ഞുഞ്ഞപ്പൻ. അങ്ങനെ ആരും വിചാരിക്കരുത്. ഇവിടെ ഞങ്ങളുടെ 2 കുഞ്ഞു കുരുട്ടുകൾ വാരി എറിയും കേട്ടോ. അവിടെ മാത്രമല്ല, അത് ഇവിടെയൊക്കെ ശേഖരിച്ചെടുത്ത് വീടിന്റെ അകത്തേക്ക് കയറിയാലോ. ഇത് ഗിഫ്റ്റ് കിട്ടിയതാട്ടോ. ഗിഫ്റ്റ് കിട്ടിയ വാഷിംഗ് മെഷീനാണ്. കുട്ടിക്കാൻ അവര് വരേണ്ടതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ഇങ്ങനെ വെച്ചേക്കും. വാറന്റിന്റെ പ്രശ്നം വരുമല്ലെങ്കിൽ. അതെ. അപ്പൊ വീടിന്റെ ഉള്ളിലേക്ക് കയറാവേ. ഇനി വീടിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിയുമ്പോ ഇവിടുത്തെ മുതലാളി, കൊച്ചു മുതലാളി ഒരു വീടിനെ നമ്മൾ ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു പ്രെയർ റൂമാണ്. അത് ഏത് മതത്തിലാണെങ്കിലും വേണ്ടത് അത് തന്നെയാണ്. അപ്പം മെയിനായിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ പ്രെയർ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതവിടെ TV സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതാണ് കേട്ടോ, L ഷേപ്പിലുള്ള ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ പീസുകൾ. ഇത് എന്നതാടി രാവിലെ കേട്ടോ. ഈ ടീം ലിപ്സ്റ്റിക് ഇടുന്നത് ലിപ്സ്റ്റിക് ഇട്ട് ഇവിടെ മുട്ടത്തലച്ചിയോ, അത് മറ്റേ പാട്ടില്ലേ, ആ പാട്ടാണ് ഇവിടെ ഇതായിട്ടിരിക്കുന്നത്. അമ്മ ഇങ്ങോട്ട് തിരിയേ. അപ്പൊ അമ്മ കൊച്ചുമോളെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. വെയിലിട്ടോ. ആരെവിടെ കച്ചറ ഉണ്ടാക്കുന്ന 2 പേരും. അത് ഒരു ചെവിയിലൊക്കെ ലിപ്സ്റ്റിക് ഇടുന്ന അമ്മ. പിന്നെ ഇത് ഇവിടെ കുഞ്ഞ് ഇവിടെ എന്താ പറയാ, ചെറിയ സാധനങ്ങളൊക്കെ വെക്കണം. ഇൻഡോർ പ്ലാന്റ് അല്ല, ഡെക്കോർ ഐറ്റംസ്. ഇത് നമ്മുടെ പഴയകാല എന്തായാലും കച്ചറ ഉണ്ടാക്കാണ്ടിരുന്നിട്ട് രണ്ടും കൂടി മേശയൊക്കെ അലമ്പാണ് കേട്ടോ. ഉള്ള ഞങ്ങൾക്ക് ഒരു മൂലയിൽ നിന്ന് തുടങ്ങണം. ഇതൊരു റൂമാണ്, ഇത് ഇവരുടെ റൂമാട്ടോ. ഇത് അറ്റാച്ച്ഡ് റൂമാണ് കേട്ടോ. ബാത്റൂം ഒക്കെ ഉണ്ട്. അറ്റാച്ച്ഡ് ആകുമ്പോൾ ബാത്റൂം വേണമല്ലോ. ഇതൊക്കെ ഫുൾ അലമ്പാണ്. ഇതൊക്കെ ഫുൾ നമുക്ക് ക്ലിയർ. ഗസ്റ്റ് എല്ലാം അവരെല്ലാരും പോയിട്ടാണുള്ളൂ. ഇത് വേറൊരു റൂമാണ്. ഇതൊക്കെ ഒരു മൂലയിന്ന് നമുക്ക് ഇനി അടിച്ചു വാരി അങ്ങോട്ട് തുടങ്ങണം. ഇത് മറ്റേ സാധനം തുണി ഇടുന്നത്. ഇത് ഞങ്ങൾ സെറ്റ് ചെയ്തില്ല കേട്ടോ. ഒരെണ്ണം മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി ബാക്കി 2 സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് ഇരിക്കുന്നത് ഒക്കെ ഗിഫ്റ്റാണ് കേട്ടോ.
പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ ഇവിടെയൊക്കെ എല്ലാവരും പായ വിരിച്ചാണ് കിടന്നത്. ആ പായൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്യേണ്ട, നമുക്ക് ഇതെല്ലാം ഫുൾ സെറ്റ് ആക്കാന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് ഇടിയിപ്പിച്ചതാണ് കേട്ടോ. പക്ഷെ ഇവിടെ ഉണ്ടല്ലോ ആൻസി, ഒരു മഴ പെയ്യത്തേക്ക് ഒരു പ്രത്യേക തണുപ്പല്ലേ, ഒരു ഫാനൊന്നും ഇടേണ്ട ആവശ്യമില്ല, അങ്ങനത്തെ ഒരു തണുപ്പ്. ഇങ്ങോട്ട് ഇനി ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഫുള്ള് ക്ലീൻ ആക്കാനായിട്ട് കിടക്കാണ്. വലിയ വൃത്തികേടൊന്നുമില്ല, എന്നാലും ഒന്ന് അടിച്ചു വാരി എടുക്കാനുള്ളൂ മൊത്തം. പിന്നെ ഇവിടെ നമ്മുടെ അടുക്കളയിൽ ഒരാൾ അടുക്കി പെറുക്കി തുടങ്ങി കേട്ടോ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇതെന്താ കുമ്പിടിയാണോ ഇത്ര നേരം കൊച്ചിനെ അടുക്കള കുമ്പിടിയായിട്ടല്ല. ഓരോരോ സൈഡ് തൊട്ട് തുടങ്ങണം. അപ്പൊ പിന്നെ ഓരോ മൂലയിൽ ഓരോരുത്തർ വീതം തുടങ്ങുവാണെങ്കിൽ പെട്ടെന്ന് തീരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഉണ്ടോ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ നമ്മുടെ അടുക്കള. ഇനി അടുക്കള കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ബേക്ക് വശം. ഇവിടെ എന്താ അടുത്ത ആള് ഇവിടെ എന്തോ ഇങ്ങനെ പണിയുന്നുണ്ട് കേട്ടോ. പരിപാടിയാ. ഇവിടെ അടുപ്പില്ല, അതുകൊണ്ട് നമ്മൾ ചെറിയൊരു അടുപ്പ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. ഇത് അവരുടെ പാത്രങ്ങളാണ്, അവർ ഇത് നമുക്ക് എടുത്താലോ ആ സ്പോഞ്ച്. സ്പോഞ്ച് അല്ല, ഫ്രീസർ. ഇത് ഫ്രീസർ അല്ല, ഇതാണ് ഐസ്ക്രീം വെക്കുന്ന തെർമോക്കോളിന്റെ. ഇത് നമുക്ക് വണ്ടിയിൽ നമുക്ക് മീനൊക്കെ അവര് തരൂല, അവര് കൊണ്ടുപോയിരിക്കും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു മൂലയ്ക്ക് അങ്ങോട്ട് തുടങ്ങാം അല്ലേ. ഇനി ഞാൻ വീഡിയോ എടുക്കാം. നീ അങ്ങോട്ട് തുടങ്ങാന്നില്ലേ. ഇത്രയും നേരം നീ വീഡിയോ എടുത്തു, ഇനി നീ തുടങ്ങിക്കോളാം. ഇതെല്ലാം ഓൺലൈൻ പീസാണ് ഈ സാധനം. കൊള്ളാട്ടോ, അടിപൊളി. ഇങ്ങോട്ട് ഇറങ്ങിയിട്ടൊന്ന് കണ്ടു, അടിപൊളി സാധനം. ഒതുക്കി വെക്കാനൊക്കെ പറ്റും, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതുണ്ടോ. അപ്പൊ ഇത് നമ്മൾ കയ്യിലെടുത്ത് പോപ്പാ. ഇനി ഒരറ്റം തൊട്ട് ഒരറ്റം വരെ ഫുള്ള് ക്ലീനിങ് ആണ് കേട്ടോ. അപ്പൊ നമ്മളെ തൈയും കാര്യങ്ങളൊക്കെ എടുത്ത് വേണമെങ്കിൽ അടിച്ചു വരാം, അല്ലെങ്കിൽ സൈഡ് വരെ നമ്മളിങ്ങനെ അടിച്ചു വരേണ്ട ആവശ്യമുണ്ടോ? വേണ്ടാന്ന് തോന്നുന്നു. വേണ്ട, അതിലൊന്നും തുടങ്ങാം. ഇത് ജസ്റ്റ് പൊടിയേ ഉള്ളൂ, ആ പൊടി മാത്രം ഒന്ന് ഇതൊക്കെ എടുത്ത് തട്ടണം. വലിയ പൊടി ഇല്ലാലേ. ഇല്ല, വേണേ ഇതൊക്കെ ഒന്ന് കഴുകിയിട്ടേക്കാം. ഈ മഴ പെയ്യുമ്പോഴോ ഇതൊക്കെ പെട്ടെന്ന് ഉണങ്ങും. വെക്കാം. ഹലോ, ഇന്നലെ എന്തായിരുന്നു മഴ എന്നറിയോ? ഈ വഴി ഞങ്ങൾക്ക് പണി തന്നു. അത് വണ്ടി ഒന്നും കയറുന്നില്ല. പക്ഷേ നമ്മുടെ ഈക്കോ ഉണ്ടല്ലോ, ഈക്കോ അത് സുഖസുന്ദരമായിട്ട് ഇവിടെ കയറി കിടക്കുന്നത്. വേറെ ഒരു വണ്ടി ഞങ്ങൾ കയറ്റിയില്ല. എന്തായിരുന്നു കുഞ്ഞാറ്റെ? ഒന്നുമില്ല അഞ്ഞു കയ്യാലെന്താ? ഇന്നലെ തന്നെ ഞങ്ങൾ പോകാൻ വേണ്ടി ഇവിടെ ഗസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വരാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് വന്നിട്ടോ. അവിടെ നമ്മൾ തുണിയൊന്നും എടുത്തില്ല. പക്ഷേ 5 വയസ്സുകാരിയും 1.5 വയസ്സുകാരിയും ഉടുപ്പിടാമെന്ന് ഞങ്ങളുടെ കൊച്ചു തെളിച്ചിരിക്കുന്നു. ഉടുപ്പാണ് ഇട്ടിരിക്കുന്നത്. അതും അവക്ക് 1.5 വയസ്സും ഇവക്ക് 5 വയസ്സും. കുഞ്ഞാറ്റന്റെ മുടി സ്റ്റൈൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇന്നലെ പോയി വെട്ടിയായിരുന്നു. മാമാട്ടിക്കുട്ടിയാണ് കേട്ടോ. ഡോറയാ? ഓ, ഡോറ ബുജ്ജി. ഈ തല ഇങ്ങനെ ഇരിക്കുള്ളൂ. അത് കെട്ടാൻ സമ്മതിക്കില്ല, ചെയ്യാൻ സമ്മതിക്കില്ല, ഒതുക്കി ഒന്ന് വെക്കാൻ പോലും സമ്മതിക്കില്ല. അപ്പൊ നമുക്ക് ഇനി ക്ലീനിങ് പരിപാടിയിലൊക്കെ വെക്കാം. ആണോ? ആ ചേച്ചീന്റെ ഒരു അമ്മു ചേച്ചി. മറന്നു വെച്ചിട്ട് കൊച്ചിന് അത് അവര് വൈകുന്നേരം വരും, അവർക്ക് കൊടുക്കണം. പിന്നെ അപ്പൊ നമ്മള് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അവർ നമ്മുടെ വീട്ടിൽ കാണൂല. പക്ഷേ 2 ദിവസം 3 ദിവസത്തെ പരിപാടി ഒന്നും ഞങ്ങൾക്കില്ല. 2 മാസത്തെ 4 മാസത്തെ പരിപാടിയൊക്കെ ഞങ്ങൾക്കുള്ളൂ. പക്ഷെ ഉള്ളിനുള്ളിൽ ചിന്തിക്കുന്നത് ചിലപ്പോ 2 ദിവസമാണെന്നാ തോന്നുന്നത്. അപ്പൊ അങ്ങനെ എല്ലാരും ഓരോരോ പരിപാടികളായിട്ട് നടക്കുവാണേ. ഇതെന്താ ഇവിടെ പരിപാടി? എങ്ങനെ ഇത് ശരിക്കും? ഇത് പുറത്താണ് ഇടുന്നേ. ഇതപ്പോ മഴയൊക്കെ പോയത് നനയില്ലേ? ഇല്ല, മഴ ഇങ്ങനെ ഇട്ടാ മതി. എന്താ ചെയ്യാ കുഞ്ഞാറ്റെ? അത് ഉള്ളിലായി. ഇന്നലെ ഒരാൾ ഇതിലാ കിടന്നു തുടങ്ങി, അതറിയാവോ? ഒരങ്കിള് ഇതിലിങ്ങനെ റൗണ്ടായിട്ട് ചുരുണ്ട് കൂടി കിടന്നു. ഇത് കണ്ടോ, 2 പേര് കൂടി ഒരാളെ ഉറക്കും അവിടെ. കുഞ്ഞാറ്റിങ്ങേറ്റ് വന്നേ, അവൾ ഉറങ്ങൂല. കുഞ്ഞാറ്റ അവിടെ നിന്നോ, ഉറങ്ങുന്നില്ലേ? അത് ഭയങ്കര സന്തോഷമായി. ഇനിയിപ്പോ ഉറങ്ങണ്ട. അത് ഈ ചേച്ചി ഇതിലിങ്ങനെ നടക്കാൻ പിന്നെ കൊച്ചു ഉറങ്ങുമോ? കൊച്ചിന്റെ മുഖത്ത് മുഴുവൻ എന്താണാവോ? ഇനി ഫാൻസിനെ കൊണ്ട് പണിയും ചെയ്യാൻ സമയമില്ല. പോകും. അന്നേട്ടാ ഒരു ഹായ് കാണിക്കൂ. ഇതാണ് അരുൺ, ഇതാണ് ജിൽന.
ഇവർ അടുക്കളയിൽ ഓരോ പരിപാടികളായിരുന്നേ. അപ്പോൾ ഞങ്ങൾക്ക് അടുക്കളയും കൂടി വൃത്തിയാക്കിയിട്ട് പിന്നെ ഇവിടേക്ക് ഒന്ന് ഇതാക്കാനേ ഉള്ളൂ കേട്ടോ. എന്തേ ഒന്നുമില്ല, പണിയെടുത്തോണ്ടിരിക്കുന്നതിനിടയിൽ മുങ്ങുമല്ലേ രണ്ടും കൂടി. ആ അവർ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോകും കേട്ടോ. കറി വെക്കാനും കാര്യങ്ങൾക്ക് മേടിക്കാൻ വേണ്ടി പോകണം. എൻ്റെ ഒരുത്തി കണ്ടോ ഫോണും കണ്ടിരിക്കുന്നേ. അയ്യേ ആ ഇവിടെയാണ് ഇടണ്ടേ, ഉള്ളിലേക്ക് എടുത്തിട്ടാ മതി അല്ലേ. ആ ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കാനുള്ള ഒരു ഐഡിയ അല്ലേ ഇതൊക്കെ. ആ അപ്പോൾ ഞങ്ങൾ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. മഴയ്ക്ക് മുമ്പ് പോയി വരിക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. കാരണം ഞങ്ങൾ ബൈക്കിനെ പോയേ. അപ്പോൾ ഇവിടുത്തെ ക്ലീനിങ് ഇവിടെ ആൻസീൻ്റെ തൊട നടക്കുന്നേ ഉള്ളൂ. ആൻസീൻ്റെ മൈക്ക് ഓഫ് ആട്ടോ. ആ നോക്കി ഓണാക്കി. ആ നീ എന്താ കാണിക്കണേ വീഡിയോയിൽ? നീ നിന്റെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് കാണിക്കുക. ഇങ്ങനെ ആക്കിയത് എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആയി പോകും കേട്ടോ. നിങ്ങൾ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആണെന്ന് വെറുതെ അങ്ങോട്ട് പറഞ്ഞ് ഉണ്ടാക്കല്ലേ. പിന്നെ അതൊരു വിവാദമാവും. എന്ത് വിവാദം? എന്താ എല്ലാവർക്കും എക്സ്ക്ലൂസീവ് ആകാൻ നമുക്ക് പറ്റൂലോ? നിന്ന് കത്തൂന്ന്. അതെ നിങ്ങൾ പോയപ്പോഴേ അടിച്ചു വാരി, ഇനി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ അടിച്ചു വാരി തുടച്ച് ഇപ്പൊ തുടയ്ക്കുന്നതേ ഉള്ളൂ. അല്ല ഇപ്പൊ നല്ല വൃത്തിയായി, നല്ല സെറ്റപ്പായി അല്ലേ. ഇനിയും റൂമിലൊക്കെ ഞാനിങ്ങനെ ഈ തുടയ്ക്കാൻ വേണ്ടിട്ടേ എല്ലാം ഇങ്ങനെ കസാരക്കകത്തേക്കൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് വെച്ചിട്ടാണ് തുടച്ചത്. അപ്പൊ നല്ല ഉറക്കാം. ഇവിടെ കുടുംബനാഥ ഇവിടെ ഇവിടെ ഇവിടെയാ. ഇതാണ് നമ്മുടെ കുട്ടി കുടുംബനാഥ. നോക്ക് ഇതെന്നെ കൈ ഇങ്ങനെയൊക്കെ വെച്ചേക്കുന്നത്. ഇതിൻ്റെ അടി ഇങ്ങനെ ഡാൻസ് കളിക്കുവാണോ വെച്ചാൽ? ആ ഓങ്ങിക്കോ. ഇവളുമാർക്ക് ആർക്കും പുതപ്പ് പറ്റില്ല. അത് ഭയങ്കര ഒരു ഇതൊക്കെ ഞാനിങ്ങനെ ഒതുക്കി വെച്ചിട്ടാണ് തുടച്ചേ. ഇനി നമുക്ക് ഇതെല്ലാം എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. മൊത്തം അടുക്കി പെറുക്കി. നമ്മുടെ പീസ് എന്ത് ചെയ്യുന്നോട്ടെ. നമ്മുടെ പീസ് അവിടെ അത് വേറെ കുടുംബനാഥ അവിടെ കഷ്ടപ്പെടുക, അധ്വാനിക്കുന്ന ജനസമൂഹത്തിൽ പെട്ടതാ അത്. ആഹാ ഇവിടെ എന്താ പരിപാടി? വെള്ളത്തിൽ കളിക്കുവാണോടി നീ? അത് സഹായിക്കുവല്ല ഉപദ്രവിക്കുവോ തോന്നുന്നു. എന്താ വെള്ളത്തിൽ കളിക്കുക? പിന്നല്ലാണ്ട് വെള്ളത്തിൽ കളിക്കുക. ഏയ് ഇല്ലമ്മേ ബിരിയാണിയോ? ഇതെന്താ കുഞ്ഞാറ്റ ഇവിടെ പരിപാടി? കുളിക്കുവാണോ? എക്സ്ക്ലൂസീവ് ഒന്നും പുറത്തേക്ക് എടുത്തിടല്ലേ. വെള്ളത്തിൽ കളിക്കുക, എന്നിട്ട് എക്സ്ക്ലൂസീവ് ഒക്കെയാണ് പുറത്തെടുത്തിടുന്നത് അവിടെ. അരുണേട്ടന് ഇവിടെ ഭയങ്കര പരിപാടി കേട്ടോ. ഇപ്പോൾ അങ്ങനത്തെ ഇതിൻ്റെയൊക്കെ പേര് മാറ്റി അരുണേട്ടാ. എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആണ് ഇതൊക്കെ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇപ്പൊ ആൻസീൻ്റെ എക്സ്ക്ലൂസീവ് പുറത്തായാലേ. അപ്പോ ഞാൻ ആയുധം വെച്ച് കീഴടങ്ങും അല്ലേ? ഓ അത് ചുമ്മാ കയറ്റി തൂക്കിയിടണ്ട. തൂക്കിയിലിട്ടേക്കുന്നത് തൂങ്ങി. അല്ല അതിന്റെ എവിടെ തൂങ്ങിയ? ഇത് ഇവിടെ ഇങ്ങനെ ഒരു ലോക്കാണിത്. ഇതിലേക്ക് ഇങ്ങനെ അമർത്തുമ്പോ ഈ ലോക്ക് ഇങ്ങോട്ടാവും. ഇത് നമ്മളിത് ഇങ്ങനെ എടുക്കുമ്പോ ഇങ്ങോട്ട് കുറച്ചും കൂടെ നീഴുന്നു. ഇത് ഇങ്ങോട്ട് വെക്കുമ്പോ ഉള്ളിലേക്ക് കുറച്ച് ലോക്ക് കറക്റ്റ് ആയി ടൈറ്റ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഊർന്ന് ഇങ്ങോട്ട് ഒഴുകും. ഇതിപ്പോ അഴ എപ്പോ കെട്ടി? അഴ ഞങ്ങളിപ്പോ കുറച്ച് ഇവര് കെട്ടി തന്നതാ. ആണോ? നല്ല മഴക്കാറങ്ങ് കേറുന്നുണ്ട്. അധിക താമസമില്ല, ഇപ്പൊ തന്നെ പെയ്യും. കുഞ്ഞിപ്പെണ്ണേ വേഗം ഉണങ്ങി എടുത്തോ, മഴ ഇപ്പൊ പെയ്യും. മഴ ഉണങ്ങൊന്നുമില്ല, വാടി കിട്ടും അല്ലേ? പാടുള്ളൂ. എടി മനക്കേടി ഇങ്ങോട്ട്. അടിയാണോ? പിന്നെ അല്ലാണ്ട് എടി അഴ പൊട്ടി വീഴും കുഞ്ഞാറ്റേ. അവിടെ ഒരുത്തി അഴയിൽ തൂങ്ങാനുള്ള പരിപാടി ഇതുണ്ടോ. എന്ത് ചെയ്യണം എന്നുള്ളത് പിപ്പിരി വെച്ച് നടക്കുകയാണ് അതിലെ. അതോ ഇട്ടിരിക്കുന്ന ഉടുപ്പോ? ഈ ഇട്ടേക്കുന്ന ഉടുപ്പ് നമ്മുടെ ന്യൂസിൻ്റെ കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ക്ലീനിങ്ങും പരിപാടികളെല്ലാം കഴിഞ്ഞു അല്ലേ? അതെ. അപ്പോൾ നമ്മുടെ ഇത് തുടച്ചൊന്ന് സെറ്റാക്കി എടുത്തു. അപ്പോൾ നമ്മുടെ ഹോം ടൂർ വീഡിയോ ഇവിടെ വെച്ച് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അല്ലേ? അതെ. അപ്പോൾ കൂടുതൽ വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് വരുന്നോടെ വരെ. പിന്നെ വേറൊരു കാര്യം ചോദിക്കണം എന്ന് ഞങ്ങൾ കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്യണം. എന്താണ്? ഇവിടെ അമ്മയൊക്കെ കുറച്ച് ദിവസം ഇവിടെ നിൽക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ദിവസം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിയണം കേട്ടോ. കാരണം ഇനിയിപ്പോൾ കുഞ്ഞാറ്റ വീഡിയോ ഇടാണ്ടിരുന്നിട്ട് ഞങ്ങൾക്കാണെങ്കിൽ ഒരു വിരിവിരിപ്പ് ഇപ്പോൾ ഇവിടുത്തെ തിരക്ക്. അതേപോലെ ഇനിയിപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് ഇനിയിപ്പോൾ കുറഞ്ഞ ദിവസം കൂടി കഴിഞ്ഞ് സ്കൂളിൽ പോകാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം കൊച്ചിൻ്റെ കൂടെ വേണം. അമ്മയും പപ്പയുടെ ആണെങ്കിൽ കുറച്ച് ദിവസം നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 3 ആളെ യുദ്ധമാണ് വീട്ടിലുണ്ടാവുക അല്ലേ? അപ്പോൾ അതൊക്കെ നിങ്ങളെ കൂടി ഒന്ന് അറിയിച്ചാലോ എന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എല്ലാവരും നോ എന്നാണെങ്കിൽ നോ, യെസ് എന്നാണെങ്കിൽ യെസ് എന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. ആ കമൻറ്റിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നവരെ ബൈ.